വേനൽ ഈ ചൂട് ഇങ്ങനെ സഹിക്കുക എന്നുള്ള കാര്യം മാത്രമാണ് നമ്മളെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് കൊച്ചിയിലേക്ക് പോകാം. കൊച്ചിയിൽ നിന്നും ജോയ്മോൻ കെ ജോസ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ജോയ്മോൻ, ഈ എറണാകുളത്തെ ചൂട് എങ്ങനെയാണെന്ന് നമുക്കറിയാം. കാരണം നമ്മളിപ്പോൾ ഞാനടക്കം നിൽക്കുന്നത് എറണാകുളത്തായതുകൊണ്ട് തന്നെ വലിയ ചൂടാണ്, സഹിക്കാൻ ആവാത്ത തരത്തിലുള്ള ചൂടാണ്. പ്രത്യേകിച്ചും ഈ നമ്മൾ നഗരമേഖലയിലേക്കൊക്കെ പോകുമ്പോഴേക്കും ഈ ചൂട് അസഹനീയമാവും. കാരണം കൂടുതൽ ട്രാഫിക്കുള്ള പ്രദേശങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ. അപ്പോൾ നിലവിൽ ഇവിടുത്തെ സാഹചര്യം എങ്ങനെയാണ്? ഈ എറണാകുളത്തൊക്കെ ഏത് തരത്തിലാണ്? ആളുകൾ പുറത്തിറങ്ങാൻ മടിക്കുന്നുണ്ടോ? ചൂടിൻ്റെ കൂടുതൽ വിവരങ്ങൾ നൽകാം. സ്വാതി, നമുക്കറിയാം സംസ്ഥാനത്തെ എല്ലായിടത്തും പോലെ തന്നെ കൊച്ചിയിലും ചൂട് കൂടുകയാണ്. അതായത് ഓരോ ദിവസം കഴിയുന്തോറും ഈ താപനില ഉയരുന്നതല്ലാണ്ട് ഒരു ആശ്വാസം ഉണ്ടാകുന്ന സാഹചര്യം ഈ അടുത്തൊന്നുമില്ല. ഇന്നത്തെ അവസ്ഥ തന്നെയായാലും ഒരു 37 ഡിഗ്രി സെൽഷ്യസിലേക്കാണ് ചൂട് എത്തിയത്. അത് ഒട്ടും തന്നെ, അതായത് ഈ കൊച്ചിയിലുള്ളവർക്കായാലും അല്ലെങ്കിൽ പകൽ സമയത്ത് ജോലി ചെയ്യുന്നവർക്കായാലും അല്ലെങ്കിൽ ഈ ഓൺലൈൻ ഡെലിവറി ഉൾപ്പെടെയുള്ള റൈഡർമാർക്കായാലും ഒക്കെ ഏറെ ബുദ്ധിമുട്ടിലാക്കുന്ന തരത്തിലേക്കാണ് ചൂട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതായത് ഓരോ ദിവസം കഴിയുന്തോറും ചൂട് പുറത്തിറങ്ങിയാൽ തന്നെ ആയാലും ഒട്ടും സഹിക്കാൻ പറ്റാത്ത അവസ്ഥയാണിത്. നമ്മളിപ്പോൾ നിൽക്കുന്ന തന്നെയായാലും മറൈൻ ഡ്രൈവിലാണ്. അതായത് നമുക്കറിയാം ഈ വൈകുന്നേരങ്ങളിൽ ഒരുപാട് ആളുകൾ മറൈൻ ഡ്രൈവിലേക്ക് എത്തുന്നുണ്ട്. അതായത് ഉച്ചയോടുകൂടി വലിയ തിരക്ക് അനുഭവപ്പെടുന്ന സമയമാണ് മറൈൻ ഡ്രൈവുകളൊക്കെ. അവിടെ ആയാലും ഇപ്പോൾ ആളുകളുടെ ഒരു തിരക്ക് അല്ലെങ്കിൽ സാധാരണഗതിയിൽ ഉള്ള അത്ര തിരക്കില്ല. അപ്പോൾ മറ്റ് ഇപ്പോൾ നമുക്കറിയാം ഓരോ ദിവസവും അല്ലെങ്കിൽ പ്രധാനമായും വിനോദസഞ്ചാരികൾ എത്തുന്ന അല്ലെങ്കിൽ ഈ എറണാകുളം ജില്ലയിൽ തന്നെ കൂടുതൽ വിനോദസഞ്ചാരികൾ എത്തുന്ന സ്ഥലമാണ് മറൈൻ ഡ്രൈവ്. അവിടെ തന്നെ ആയാലും ഇപ്പോൾ ഹൗസ് ബോട്ടിംഗ് സർവീസ് ഉൾപ്പെടെ ഈ വിനോദസഞ്ചാരികൾ ആകർഷിക്കാൻ ഒരുപാട് കാര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ ഇവിടെയാലും ചൂട് കൂടിയിട്ടുണ്ട്. ഈ മേഖലയിൽ തന്നെ, അതും മറ്റു മേഖലകളിൽ പോലെ തന്നെ ഈ ബോട്ടിംഗ് മേഖലയും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളെയും ചൂട് കാര്യമായിട്ട് ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെയാണ് ഇപ്പോൾ വിനോദസഞ്ചാരത്തിനെത്തിയ ഒരുപാട് പേരാണല്ലോ. അപ്പോൾ ചൂട് എങ്ങനെയുണ്ട് കൊച്ചിയിൽ? ഇവിടെ ഇരിക്കുമ്പോൾ വലിയ കുഴപ്പമില്ല. ഇവിടുന്ന് പുറത്തിറങ്ങുമ്പോൾ നല്ല ചൂടാ. എവിടുന്നാ നിങ്ങൾ വരുന്നത്? ഞങ്ങളുടെ തൃശ്ശൂർ വരുന്നത്. തൃശ്ശൂർ എങ്ങനെയുണ്ട് ചൂട്? തൃശ്ശൂർ നല്ല ചൂടാ, നല്ല ചൂടാണ്. തൃശ്ശൂരാണോ എറണാകുളമാണോ ആശ്വാസം ചൂടിന്? അല്ല, ഇവിടെ വരുമ്പോൾ വലിയ കുഴപ്പമില്ല. ഇവിടെ കുറച്ച് കാറ്റൊക്കെ ഉണ്ടല്ലോ. കാറ്റൊക്കെ ഇല്ല, അത് കാരണം കുഴപ്പമില്ല. ഇവിടെ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ നല്ല ചൂടാണ്. ബ്ലോക്ക് ഒക്കെ ആകുമ്പോഴത്തേക്ക് ചൂട് ബുദ്ധിമുട്ടാണ്. ബ്ലോക്ക് വരുമ്പോൾ ചൂട് ബുദ്ധിമുട്ടാവില്ല. തൃശ്ശൂരിൽ നിന്ന് വന്ന വിനോദസഞ്ചാരികളാണ് ഇവർ ഇപ്പോൾ പറയുന്നത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ മറൈൻ ഡ്രൈവിലായാലും നേരിയ മരത്തിന്റെ തണലൊക്കെ ഉള്ളതുകൊണ്ട് ചെറിയൊരു ആശ്വാസമുണ്ട് ഇവിടെ. അപ്പോൾ ഉമ്മ, എങ്ങനെയുണ്ട് ചൂടൊക്കെ? എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. നാട്ടിലാണോ അതോ ഇവിടെയാണോ ചൂട് കുറവ്? എന്താ തോന്നുന്നത്? അങ്ങനെയൊന്നുമില്ല, രണ്ടിടത്തിലും ഒരുപോലെ തന്നെയാണ്. ചൂട് ബുദ്ധിമുട്ടാകുമല്ലേ ഒരു ദിവസം കഴിയുന്നത്? നല്ല ചൂടാ. നമ്മൾ വടകരയാണ്. കോഴിക്കോടാണ് എറണാകുളമാണ് ചൂടുള്ള ആശ്വാസം? ആശ്വാസം കോഴിക്കോട്. അതെ, എറണാകുളം ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല. ഞങ്ങൾ ലുലു മാളിലായിരുന്നു ഇത്ര നേരം. പുറത്തേക്ക് ഇറങ്ങിയിട്ട് എങ്ങനെയുണ്ട് അവസ്ഥ? നല്ല ചൂടാണ്. ആകെ അതായത് എറണാകുളം ജില്ലയിൽ എല്ലായിടത്തും തന്നെ ഓരോ ദിവസത്തെ ഒരു ചൂട് വർദ്ധിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. നിലവിൽ നമുക്കറിയാം ഈ ഒരുപാട് ബിസിനസ് മേഖലയിൽ തന്നെ ഈ ചൂട് വർദ്ധിച്ചതുകൊണ്ട് അത് പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. ഇപ്പം നമുക്കറിയാം മറൈൻ ഡ്രൈവിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു ബിസിനസ് മാർഗ്ഗമാണ് ഈ ബോട്ട് സർവീസ്. അതും ഇവിടെ തന്നെ ഈ ചൂട് കാരണം ബോട്ട് സർവീസ് അല്ലെങ്കിൽ വിനോദസഞ്ചാരികൾ എത്തുന്നതിൽ ഒരു കുറവുണ്ട്. ഏട്ടാ, ബോട്ടിംഗ് ഒക്കെ എങ്ങനെയുണ്ട്? അത് നമുക്ക് പറയാൻ പറ്റില്ല. ചൂടിൻ്റെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അപ്പോൾ ഈ നേരത്തെ ചൂടിൻ്റെതായ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഓരോ ദിവസം കഴിയുന്നതോറും ചൂട് വർദ്ധിക്കുന്നത് പല മേഖലകളിലും എറണാകുളം നഗരത്തെ ബാധിക്കുന്നുണ്ട്. അതായത് വിനോദസഞ്ചാരികൾ ഒരുപാട് എത്തുന്ന സ്ഥലമാണ്. ഇവിടെയാണെങ്കിലും ഈ ചൂട് കാരണം മറ്റ് വിനോദസഞ്ചാര ആക്ടിവിറ്റീസായ ഈ ബോട്ടിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ആളുകളുടെ ഒരു കുറവ് സംഭവിക്കുന്നുണ്ട്. അത് ഈ ചൂട് ആരംഭിച്ചത് താപനില നമുക്കറിയാം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ ജില്ലയിലാകെ വലിയ തരത്തിലുള്ള താപനിലയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വരും ദിവസങ്ങൾ, അതായത് ഈ 19-ാം തീയതി വരെ ഈ താപനില ഉയരും. അതായത് 38-ന് മുകളിൽ വരെ എറണാകുളം ജില്ലയിലെ താപനില ഉയരുമെന്നുള്ളൊരു വിലയിരുത്തൽ അല്ലെങ്കിൽ നിർദ്ദേശമാണ് കാലാവസ്ഥാ വകുപ്പും അതുപോലെ തന്നെ ദുരന്ത നിവാരണ അതോറിറ്റിയൊക്കെ നമുക്ക് തരുന്നത്. അപ്പോൾ എവിടെ നിന്നാണ് വരുന്നത്? മലപ്പുറം. ചൂട് എങ്ങനെയുണ്ട് കൊച്ചിയിൽ? ഇപ്പോൾ ഞാൻ വരുന്നത് മലപ്പുറത്തു നിന്നാണല്ലോ. ഒരു 10 o'clock നോക്കുമ്പോൾ ഒരു 27 അല്ലേ പ്രഷർ ഉണ്ടായിരുന്നത്. ഇപ്പോൾ 35-34 സംതിങ്. അഥവാ മലപ്പുറത്തുനിന്ന് ജസ്റ്റ് എറണാകുളത്തേക്ക് എത്തുമ്പോഴത്തേനും 4 ഡിഗ്രി കൂടി. ഇവിടെ എങ്ങനെയുണ്ട് ചൂട്? എങ്ങനെയുണ്ട്? ഭയങ്കര ചൂടാണ്. താങ്ങാൻ പറ്റുന്നുണ്ടോ? ഇല്ല, ഒരു ഈ ടൈമിലൊക്കെ ഒരു കുറവുണ്ട്. ഒരു ഉച്ച ഒരു 2:30 ഭയങ്കര ചൂടാണ്. ഇനി ഒരു 5 o'clock ആവും ഇനി കുറച്ചൊന്ന് ആറി വരും. ഇന്ന് പ്രത്യേകിച്ച് വിഷു അല്ലേ. വിഷു എന്ന് പറഞ്ഞാൽ കലണ്ടർ മാത്രമല്ലല്ലോ, ഇനിയാണല്ലോ കളി.
അപ്പോൾ വിഷുവാണ്, നമുക്കറിയാം മലയാളികളുടെ ശരി, അത് തന്നെയാണ് ജോയി. എന്തായാലും ഇടപെടുകയാണ്. കാരണം വലിയ ചൂട് ഉണ്ട് അവിടെയുള്ള ആളുകൾക്കൊക്കെ എന്നാണ് അവർ പറയുന്നത്. പ്രത്യേകിച്ച് മറൈൻ ഡ്രൈവിലൊക്കെ ഇരിക്കുന്ന ആളുകളാണ്. ഈ ചൂട് സഹിക്കാൻ വയ്യാതെ അവിടേക്ക് വന്നിരിക്കുക. അവിടെ ആകുമ്പോൾ ചെറുതായിട്ടൊന്ന് ഇല അനങ്ങി കാറ്റൊക്കെ വന്നാൽ അത് അത്രയും ആശ്വാസം എന്നുള്ള തരത്തിലാണ് ആളുകൾ പറയുന്നത്. ഇനി